ഹായ് എവരിവൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് പ്രിയ. നമ്മൾ നോക്കുന്നത് കുറച്ച് റിസർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സാമ്പിളിങ്ങിൻ്റെ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. സാമ്പിളിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നമ്മൾ റിസർച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലേ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എൻഷുവേഴ്സ് ദാറ്റ് ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഡെഫിനീഷൻ ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇൻവോൾവ്സ് ഡിവൈഡിങ് ദ പോപ്പുലേഷൻ ഇൻറ്റു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് കാൾഡ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ദെൻ റാൻഡംലി സെലക്റ്റഡ് ക്ലസ്റ്റേഴ്സ് ഫോർ ദ സാമ്പിൾ. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും തന്നിട്ടുണ്ട്, ക്ലസ്റ്റർ സാമ്പിളിങ്ങും തന്നിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നേക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 are correct. Both statement 1 and 2 are incorrect. Statement 1 is correct and statement 2 is incorrect. Statement 1 is incorrect and statement 2 is correct. ഈ 4 ഓപ്ഷനാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചിട്ട് അതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ ഓപ്ഷനുമായിട്ട് കണക്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് എന്നുള്ളതാണ്. നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? കറക്റ്റ്ലി ഡിഫൈൻസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എന്താണോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഡിഫൈൻ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 1ലും പറഞ്ഞേക്കുന്നത്. ഇതെന്താണ് പറയുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ഷൻ ഫോർ ആൾ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ. നമുക്കറിയാം റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ചാൻസസ് ഓഫ് സെലക്ഷൻ എന്താണ്? എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്, ആരെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ എന്താണ് പറയുന്നത്? ഈക്വൽ ചാൻസസ് ഓഫ് സെലക്ഷൻ ഫോർ ആൾ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ. നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ചാൻസസ് എന്താണ്? ഈക്വൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തായിരുന്നു? ക്ലസ്റ്റർ സാമ്പിളിങ്ങിനെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇറ്റ് അക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് ക്ലസ്റ്റർ സാമ്പിളിംഗ് വേർ ദ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ക്ലസ്റ്റേഴ്സ്. ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ എന്താണ്? ക്ലസ്റ്റേഴ്സ് ആയിട്ട് പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് എ റാൻഡം സാമ്പിൾ ഓഫ് ക്ലസ്റ്റേഴ്സ് ഈസ് സെലക്റ്റഡ് ഫോർ ദ സ്റ്റഡി. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ പിന്നീട് നമ്മുടെ സെലക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പിൾ സെലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതും എന്താണ്? നമ്മുടെ സാമ്പിളിങ്ങിലെ ഓരോ ടൈപ്പ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെ കുറിച്ചാണ്? സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോ ടൈപ്പ് സാമ്പിളും എന്താണ്? നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻറ്റിൽ പഠിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഇൻവോൾവ്സ് സെലക്ടിങ് എവറി nth മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ ഫോം ഓഫ് സാമ്പിൾ എന്നുള്ളതാണ്. എന്താണ് സിസ്റ്റമാറ്റിക് സാമ്പിൾ എന്ന് അറിയണം, അതിൻ്റെ കറക്റ്റ് ഡെഫിനീഷൻ അറിയണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറ്റുള്ളൂ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് പറയുന്നത്? സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് എൻഷുവേഴ്സ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ പോപ്പുലേഷൻ എന്നുകൂടി പറയുന്നുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഇൻകറക്റ്റ് എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് തേർഡ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി ഫോർത്ത് ഓപ്ഷൻ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, എന്താണ് സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 അക്യുറേറ്റ്ലി ഡിഫൈൻസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് വേർ എവറി nth മെമ്പർ ഈസ് സെലക്റ്റഡ് ഫ്രം ദ പോപ്പുലേഷൻ. അതായത്
ഒരു പോപ്പുലേഷനിലെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ബേസിസിൽ നമ്മൾ ഡാറ്റയെ കളക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിനെ കളക്ട് ചെയ്യുകയാണ് എന്നുള്ളതെങ്കിൽ അത് സിസ്റ്റമാറ്റിക് സാമ്പിൾ ആണ്. അതായത് നമ്മളൊരു പ്രീ ഫിക്സഡ് ആയിട്ടുള്ള ഇൻ്റർവെൽ ആണ്. ഇപ്പോൾ ഒരു 100 പീപ്പിൾ ഉണ്ടെങ്കിൽ ഓരോ 10th പേഴ്സണെയും നമ്മൾ നമ്മുടെ സാമ്പിളായിട്ട് കളക്ട് ചെയ്യണം. ഓരോ nth ഇൻ്റർവെല്ലിലും നമ്മൾ ആ സാമ്പിളിനെ കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നു സിസ്റ്റമാറ്റിക്കലി. ഈ 10th പീപ്പിളിൽ, അതായത് 100 പീപ്പിൾ ഉണ്ടെങ്കിൽ 10th 20th 30th അങ്ങനെ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് വിച്ച് എൻഷുവേഴ്സ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സബ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ പോപ്പുലേഷൻ. നമ്മൾ സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ സ്ട്രാറ്റയായിട്ട് സാമ്പിളിങ്ങിനെ തിരിക്കുന്നു. സ്ട്രാറ്റയായിട്ട് സാമ്പിളിങ്ങിനെ തിരിച്ചിട്ട് പ്രൊപ്പോർഷണലി അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കൂ, അതും അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും കൺഫ്യൂസിങ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് അസേർഷൻ റീസൺ എന്ന് പറയുന്നത്. അസേർഷൻ റീസൺ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ അസേർഷൻ നമ്മൾ വായിക്കുന്നു, റീസണിലോട്ടും വായിക്കുന്നു. എന്നിട്ട് റീസൺ നമുക്ക് അസേർഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടായിട്ട് നോക്കുന്നത്. അസേർഷൻ നോക്കാം. സ്റ്റാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ഇൻക്രീസസ് ദ പ്രിസിഷൻ ഓഫ് എസ്റ്റിമേറ്റ് കമ്പയർഡ് ടു ദ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഇനി റീസൺ എന്താണ് തന്നേക്കുന്നത്? സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ഇൻടു homogeneous groups allowing for separate estimate within the each stratum. അപ്പോൾ ഈ തന്നിരിക്കുന്ന അസേർഷൻ റീസണിൻ്റെയും ഓപ്ഷൻസ് എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ അല്ലെങ്കിൽ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഈ എയും ആറും എന്താണ്? അസേർഷനും റീസണും ആണ്. ഇനി തേർഡ് ഓപ്ഷൻ എന്താണ്? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. അത് സിംപ്ലി പറയുന്നത് എന്താണ്? ഇത് ട്രൂ ആണ്, ഇത് ഫാൾസ് ആണ് എന്നുള്ള ഓപ്ഷനിലോട്ട് മാറുന്നുണ്ട്. ഇനി ഡിയിലോട്ട് വരുമ്പോൾ എ എന്ന് പറയുന്ന അസേർഷൻ മാത്രം എന്താണ്? ഫാൾസ് ആണ്, റീസൺ എന്താണ്? കറക്റ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ അസേർഷൻ വായിക്കണം, പിന്നെ റീസണിലോട്ട് പോകണം. പിന്നീട് ചെയ്യേണ്ട എന്താണ്? ഈ റീസണിൽ തന്നിരിക്കുന്നത് അസേർഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി നോക്കണം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ആൻസർ എന്താണ് വരുന്നത്? ആൻസർ എ ആണ് വരുന്നത്. നോക്കാം. ബോത്ത് അസേർഷൻ എ ആൻഡ് റീസൺ ആർ ട്രൂ. രണ്ടും എന്താണ്? ട്രൂ ആണ്. ഇനി നോക്കൂ, സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ഇൻഡീഡ് ഇൻക്രീസസ് പ്രിസിഷൻ ബൈ അലോയിങ് ഫോർ സെപ്പറേറ്റ് എസ്റ്റിമേറ്റ് വിത്ത് ദ ഹോമോജീനിയസ് ഗ്രൂപ്പ്. അതായത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്താണോ അതാണ് പറഞ്ഞേക്കുന്നത്. ഇനി റീസൺ എന്താണ്? കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് വൈ സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ഇൻക്രീസസ്. ഇതിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇൻക്രീസസ് പ്രിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് റീസൺ. അതായത് അസേർഷനെ ആ റീസൺ എന്താണ്? പെർഫെക്റ്റ്ലി എന്ത് സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്നുണ്ട്. അസേർഷനെ ആ റീസൺ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഈക്വലി സോൾവ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് വൈ സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ഇൻക്രീസസ് പ്രിസിഷൻ കമ്പയർഡ് ടു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നതാണ് നമ്മുടെ റീസൺ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാ അസേർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റുകളും എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? അസേർഷൻ വായിക്കുന്നു, റീസണിലോട്ട് പോകുന്നു. ആ റീസൺ കറക്റ്റ്ലി നമ്മുടെ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷൻ, ഏത് ഓപ്ഷൻ? both assertion and reason are true and R is the correct explanation of A എന്നുള്ളൊരു റീസണിലോട്ട് അല്ലെങ്കിൽ ഒരു ഓപ്ഷനിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ റീസൺ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും? അസേർഷൻ ട്രൂ, റീസൺ ഫാൾസ് എന്നുള്ള തേർഡ് ഓപ്ഷനിലോട്ട് മാത്രമായിരിക്കും പോവുക. ഇനി അസേർഷൻ ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളും എന്താണ്? ഓക്കെ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവ തമ്മിലൊരു ബന്ധം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസേർഷൻ റീസൺ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഈ റീസൺ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? രണ്ടും കറക്റ്റ് ആണ്, അസേർഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷെ അസേർഷൻ അല്ലെങ്കിൽ അസേർഷന് റീസൺ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതിലേക്ക് പോകും. അപ്പോൾ ഈ ഏരിയ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എപ്പോഴും ഇത് വായിച്ച്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വായിച്ച് അത് ട്രൂ ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇനി ഈ രണ്ടും വായിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തെറ്റാണ്, അല്ലെങ്കിൽ റീസൺ തെറ്റാണ്, അല്ലെങ്കിൽ അസേർഷൻ തെറ്റാണ് എന്ന് മനസ്സിലായാൽ ഈ രണ്ട് ഓപ്ഷനിലോട്ട് പോകാം. ഈ രണ്ട് ഓപ്ഷൻ നമുക്ക്
ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാവുന്നതുമാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അത്? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്. പ്രോബബിലിറ്റി ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് അലോ ഫോർ ജനറലൈസേഷൻ ഓഫ് ഫൈൻഡിങ്സ് ടു ദ പോപ്പുലേഷൻ. ഇനി സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് കോമൺലി യൂസ്ഡ് ഇൻ സോഷ്യൽ റിസർച്ച്. നോക്കൂ, നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലും ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് സാമ്പിളിംഗും ഏതൊക്കെയാണോ അതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ്, നോക്കൂ, ആദ്യം നോൺ പ്രോബബിലിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്താണ്? അതിലൊരു ടൈപ്പാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് ആ രണ്ട് വലിയ സ്ട്രീം, അതായത് പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ടൈപ്പ് സാമ്പിളിങ്ങിനെയും നമുക്ക് അറിയണം. സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് എന്താണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതിലൊരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആയ കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ് തന്നിരിക്കുന്നത്. നോക്കൂ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് അലോ ഫോർ ജനറലൈസേഷൻ ഓഫ് ഫൈൻഡിങ്സ് ടു ദ പോപ്പുലേഷൻ എന്ന് തന്നിട്ടുണ്ട്. ഇനി കൺവീനിയൻസ് സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കണം, അത് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണോ നോൺ പ്രോബബിലിറ്റി ആണോ എന്നുകൂടി നോക്കണം. മെത്തേഡ് ഓഫ് കോമൺലി യൂസ്ഡ് ഇൻ സോഷ്യൽ റിസർച്ച് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ വരുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. ഇനി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെയും വൃത്തിയായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഇതിൽ ചില കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൺവീനിയൻസ് സാമ്പിളിംഗ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഏതിലാണ് യൂസ് ചെയ്യുന്നത്? സോഷ്യൽ റിസർച്ച് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സാമ്പിളിംഗ് ടൈപ്പ് പഠിക്കുന്ന സമയത്ത് ആ സാമ്പിളിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും അത് പ്രോബബിലിറ്റിയിലാണോ അത് നോൺ പ്രോബബിലിറ്റിയിലാണോ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നോക്കണം. ആൻസർ വരുന്നത് ബി ആണ്. നോക്കൂ, ആൻസർ ബി ആയിട്ട് വരുമ്പോൾ Statement 1 is incorrect. നോക്കൂ, because non-probability sampling methods do not allow for generalization of findings to the population എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും എക്സാക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നോൺ പ്രോബബിലിറ്റി ഒരിക്കലും എന്താണ് ജനറലൈസേഷനിലോട്ട് പോകുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്, അതും തെറ്റാണ്. എന്താണ്? കൺവീനിയൻസ് സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇത് എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രോബബിലിറ്റി എന്നുള്ളതാണ്. കൺവീനിയൻസ് സാമ്പിളിംഗ് ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷനിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? കൺവീനിയൻസ് സാമ്പിളിംഗ് ഈസ് എ പ്രോബബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട്ലി അത് എന്താണ്? കൺവീനിയൻസ് സാമ്പിളിംഗ് നോൺ പ്രോബബിലിറ്റിയുടെ ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നോക്കൂ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, കൺവീനിയൻസ് സാമ്പിളിംഗ് ഈസ് എ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്, നോട്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതുകൊണ്ട് അതെന്താണ്? തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റായിട്ടാണ് ഇവിടെ തന്നേക്കുന്നത്. എന്താണോ നോൺ പ്രോബബിലിറ്റി അതല്ല തന്നേക്കുന്നത്. അതുപോലെ തന്നെ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ള രീതിക്കാണ്. പക്ഷേ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്താണ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? സ്നോബോൾ സാമ്പിളിംഗ് ഈസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് യൂസ്ഡ് ഗ്യാദർ ഡാറ്റ ഫ്രം ഹാർഡ് ടു റീച്ച് പോപ്പുലേഷൻസ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ഇൻവോൾവ്സ് സെലക്ടിംഗ് പാർട്ടിസിപ്പൻസ് ബേസ്ഡ് ഓൺ ദ റിസർച്ചേഴ്സ് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. നോക്കൂ, സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഓഫ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്നെസ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഓരോ വാക്കിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ ഓരോ കോമ ഉണ്ടാവും, ഓരോ ബ്രേക്കുകൾ ഉണ്ടാവും, അതിനെല്ലാം എന്താണ്? അർത്ഥമുണ്ട്. ഇതിൽ നോക്കൂ, സ്റ്റേറ്റ്മെന്റിൽ സ്നോബോൾ സാമ്പിളിംഗ് ഈസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താണ് പ്രോബബിലിറ്റി എന്നും അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ വരുന്നു, എന്താണ് നോൺ പ്രോബബിലിറ്റി എന്നും അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ടൈപ്പ് സാമ്പിളിംഗ് വരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. നോക്കൂ, ഓപ്ഷൻസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1, 2 are correct, both statement 1 and 2 are incorrect, statement 1 is correct and statement 2 is incorrect, and statement 1 is incorrect and statement 2 is
കറക്റ്റ് എന്നുള്ള 4 ഓപ്ഷനാണ് തന്നേക്കുന്നത്. ആൻസർ വരുന്നത് ഡി ആണ്. എന്തുകൊണ്ടാണ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബിക്കോസ് എന്താണ്? സ്നോബാൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല. നമ്മുടെ കൺവീനിയൻസ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിങ്ങിനോട് കണക്ട് ചെയ്ത് വരുന്നതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അത് പ്രോബബിലിറ്റി എന്നുള്ള രീതിക്കാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. അതെന്താണ്? തെറ്റാണ്. സ്നോബോൾ എന്നുള്ളത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. ബിക്കോസ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് ഇൻവോൾവ്സ് സെലക്ടിംഗ് പാർട്ടിസിപ്പൻസ് ബേസ്ഡ് ഓൺ ദ റിസർച്ചേഴ്സ് സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. ഓക്കെ, സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ് രീതിയിലോട്ടും പോകുന്നുണ്ട്. ഇതിൽ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്താണ്? ആ റിസർച്ചറിന്റെ, ഇപ്പം ഞാനാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റിന്റെ ബേസിസിലായിരിക്കും ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് പോകുന്നത്. ആൻഡ് മെ നോട്ട് എൻഷുർ റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് ദ സാമ്പിൾ. അതായത് നമ്മുടെ ജഡ്ജ്മെന്റിന്റെ ബേസിസിലായിരിക്കും, റിസർച്ചറിന്റെ ജഡ്ജ്മെന്റിന്റെ ബേസിസിലായിരിക്കും ആ റിസർച്ച് പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണ്? സ്നോബോൾ സാമ്പിൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് സാമ്പിളിങ്ങിൽ തന്നെ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അപ്പോൾ നമ്മുടെ തണ്ടർ ബാച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈ 60 ഡേയ്സിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 56 ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ 10+ മോക്ക് ടെസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആണ്. 1000+ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്